കേൾക്കുന്നില്ല പറയുന്നത്? ഓഡിയബിൾ അല്ലേ? എക്സാം മാർച്ചിലുണ്ടാവും അല്ലേ? ആകെ 2 മാസമാണേ മുന്നിലുള്ളൂ. ഗുഡ് ഈവനിങ് അഖില. 2 മാസമാണേ മുന്നിലുള്ളൂ കേട്ടോ. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക, പഠിച്ച കാര്യം ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, കേൾക്കുന്നില്ലേ? റെസ്പോണ്ട് ചെയ്ത്. കേൾക്കുന്നില്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെക്ഷൻ 28 നോക്കി. 28 വരെയാണ് നോക്കിയത് അല്ലേ? അതിൽ ഒരു കമ്മിറ്റിയിൽ എത്ര ആൾക്കാരുണ്ടാവും, ഓരോ കോർപ്പറേറ്റ് സ്ഥാപന റിസർവേഷൻ എത്രയാണ്, മാനേജിംഗ് റിസർവേഷൻ എത്രയാണ്, എന്നാൽ കോപ്പ് നമ്പേഴ്സ് കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ കാഷ്വൽ വേക്കൻസി കുറിച്ച് പഠിച്ചു. ഓക്കെ, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്, അതാണ് റൂള് 35A. ഓക്കെ, എങ്ങനെയാണ് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്, അതിന്റെ പ്രൊസീജിയർ പറയുന്നത് എവിടെയാണ്? റൂള് 35A. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഇലക്ട്രൽ ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറും ഉണ്ട്. ഓരോ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കുക. കൃത്യമായിട്ട് എന്ത് ചെയ്യാം? നോട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മൊഡ്യൂൾ ഇത് വായിച്ചു പോവാം. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് കേൾക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? നോട്ട് അല്ലെങ്കിൽ ഈ ഞാൻ തന്ന നോട്ട് എന്ത് ചെയ്യുക? കൃത്യമായി വായിച്ചു പോവാം. ആദ്യം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ആരാണ് നടത്തുക? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. നമുക്കറിയാം സെക്ഷൻ 28B റൂൾ 35B പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ മാനേജിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നമുക്കറിയാലോ. ഓക്കെ, എങ്ങനെയാണ് ഒരു മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, അതിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന റൂളാണെന്ന് പറയാ റൂള് 35A എന്ന് പറഞ്ഞത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മാനേജിംഗ് കമ്മിറ്റി ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഈ എക്സിസ്റ്റിംഗ് മാനേജിംഗ് കമ്മിറ്റി, ഇപ്പൊ ഓൾറെഡി ഒരു കോർപ്പറേറ്റ് മാനേജിംഗ് കമ്മിറ്റി ഉണ്ടാവല്ലോ. ആ മാനേജിംഗ് ടേം എത്രയാണ്? ഈ ഇലക്ഷൻ തൊട്ട് 5 വർഷമാണ് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി മാനേജിംഗ് കമ്മിറ്റി ടേം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ആ മാനേജിംഗ് കമ്മിറ്റി ടേം അവസാനിക്കുന്നതിന്റെ 60 ദിവസം മുന്നേ ഒരു മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കണം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിന്റെ എക്സിസ്റ്റിംഗ് മാനേജിംഗ് കമ്മിറ്റിയുടെ ടേം അവസാനിക്കുന്നതിന്റെ 60 ദിവസം മുന്നേ എന്ത് വിളിച്ചു ചേർക്കണം? ഒരു മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കണം. പോയിന്റ് ഒന്നുകൂടി നോട്ട് ചെയ്താണ് കേട്ടോ. ഒരു എക്സിസ്റ്റിംഗ് മാനേജിംഗ് കമ്മിറ്റി ടേം അവസാനിക്കുന്നതിന്റെ 60 ദിവസം മുന്നേ എന്ത് ചെയ്യണം? ഒരു മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കണം. ഓക്കെ, എന്തിനാണ് ഈ മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത്? എവിടെ വെച്ചാണ് ഇലക്ഷൻ നടത്തേണ്ടത്, എപ്പോഴാണ് ഇലക്ഷൻ നടത്തേണ്ടത്, ഏത് സമയത്താണ് ഇലക്ഷൻ നടത്തേണ്ടത്, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സിസ്റ്റിംഗ് മാനേജിംഗ് ഓൾറെഡി നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റിയുടെ ടേം അവസാനിക്കുന്നതിന്റെ 60 ദിവസം മുന്നേ എന്ത് ചെയ്യുന്നത്? മാനേജിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഒരു മാനേജിംഗ് കമ്മിറ്റിയെ വിളിച്ചു ചേർത്ത് ഒരു തീരുമാനം അല്ലെ, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കും. ഓക്കെ, ഇന്നേ ദിവസം ഇത്രാം തീയതി ഇലക്ഷൻ നടത്താനുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കും. ആ റെസൊല്യൂഷൻ ആരെ അറിയിക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കണം. ഓക്കെ, എക്സിസ്റ്റിംഗ് മാനേജിംഗ് ടേം അവസാനിക്കുന്നതിന്റെ 60 ദിവസം മുന്നേ, അവിടെ ഇമ്പോർട്ടന്റ് ആണ്, 60 ദിവസം മുന്നേ ഒരു മാനേജിംഗ് കമ്മിറ്റി കൂടുകയും ആ മാനേജിംഗ് കമ്മിറ്റിയിൽ എന്താണ്, എവിടെ വെച്ച് ഇലക്ഷൻ നടത്തും, അത്തരം കാര്യങ്ങൾ ഡേറ്റും കാര്യം ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യും. ഓക്കെ, ആ റെസൊല്യൂഷൻ ആരെ അറിയിക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനും. ഓക്കെ, എത്ര ദിവസം കൊണ്ട്? വിത്തിൻ എ വീക്ക്. ഇമ്പോർട്ടന്റ് ആണ്, 60 ദിവസം കൊണ്ട് മാനേജിംഗ് കമ്മിറ്റി ചേരും. ഓക്കെ, ആ റെസൊല്യൂഷൻ വിത്തിൻ എ വീക്ക്, ഒരാഴ്ച കൊണ്ട് ആരെ അറിയിക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണം. ആര് മുഖാന്തരം മാത്രമേ അറിയിക്കാൻ പറ്റുകയുള്ളൂ? രജിസ്ട്രാർ മുഖാന്തരം മാത്രമേ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് ആ റെസൊല്യൂഷൻ അറിയിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നുകിൽ എങ്ങനെ അയക്കാം? രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി അയച്ചു കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് മറന്നു പറഞ്ഞേ, കാരണം ഈ എക്സിസ്റ്റിംഗ് മാനേജിംഗ് കമ്മിറ്റി, നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റിന്റെ ടേം അവസാനിക്കുന്നതിന്റെ 60 ദിവസം മുന്നേ മാനേജിംഗ് കമ്മിറ്റി കൂടും. ആ മാനേജിംഗ് കമ്മിറ്റി എന്ത് ചെയ്യും? ഡേറ്റും കാര്യമെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ആ റെസൊല്യൂഷൻ, ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യും. ആ റെസൊല്യൂഷൻ എന്ത് ചെയ്യും? എപ്പോഴാണ് പാസ്സാക്കിയ ആ ദിവസം തൊട്ട് ഒരാഴ്ച കൊണ്ട് രജിസ്റ്റർ
രജിസ്ട്രാർ മുഖാന്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കും. എങ്ങനെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുക? ഒന്നിക്കൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി അയക്കും. ഓക്കെ, നോട്ട് എഴുതണേ, കൃത്യമായി നോട്ട് എഴുതണേ. അങ്ങനെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അങ്ങനെ റെസല്യൂഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ റെസല്യൂഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് കിട്ടിക്കഴിഞ്ഞാൽ ആരെ അപ്പോയിന്റ് ചെയ്യും? റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യും. ആരെ അപ്പോയിന്റ് ചെയ്യും? റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെന്റിന്? ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അറിയാം, നമുക്ക് ഓഡിറ്റിംഗും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. സാധാരണ ഈ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൽ ഒരാണ് ശരിക്കും റിട്ടേണിംഗ് ഓഫീസർ ആയിട്ട്. ഓക്കെ, അതാണ്. അപ്പൊ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരെ അപ്പോയിന്റ് ചെയ്യും? റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെന്റിന്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് റിട്ടേണിംഗ് ഓഫീസർ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ആരെ അപ്പോയിന്റ് ചെയ്യും? ഇലക്ട്രൽ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യും. ആരെ അപ്പോയിന്റ് ചെയ്യും? ഇലക്ട്രൽ ഓഫീസറെയും ആരെ അപ്പോയിന്റ് ചെയ്യും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെന്റ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ആരെ അപ്പോയിന്റ് ചെയ്തു? ഇലക്ട്രൽ ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറും ആരെ അപ്പോയിന്റ് ചെയ്തു? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അല്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈ റിട്ടേണിംഗ് ഓഫീസറും ഇലക്ട്രൽ ഓഫീസറും അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, ഇനി ഓരോരുത്തർ ഡ്യൂട്ടിയും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. ഈ ഇലക്ട്രൽ ഓഫീസർ ഡ്യൂട്ടി എന്താണ്, റിട്ടേണിംഗ് ഓഫീസർ ഡ്യൂട്ടി എന്താണ്, നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഓക്കെ, ആദ്യത്തെ ഡ്യൂട്ടി ആരാണ്? ഇലക്ട്രൽ ഓഫീസറാണ്. ആദ്യത്തെ ഡ്യൂട്ടി എന്താണ്? ഇലക്ട്രൽ ഓഫീസർ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സിസ്റ്റ് മാനേജിംഗ് കമ്മിറ്റി ടേം അവസാനിക്കുന്നതിന്റെ 60 ദിവസം മുന്നേ മാനേജിംഗ് കമ്മിറ്റി കൂടും, ഒരു റെസല്യൂഷൻ പാസ് ചെയ്യും. അത് ഒരാഴ്ച കൊണ്ട് രജിസ്ട്രാർ മുഖാന്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ ഇലക്ട്രോണിക് മീഡിയ വഴി എന്ത് ചെയ്യും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ രജിസ്ട്രാർ മുഖാന്തരം അറിയിക്കും. അങ്ങനെ റെസല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരെ അപ്പോയിന്റ് ചെയ്യും? റിട്ടേണിംഗ് ഓഫീസറും ഇലക്ട്രൽ ഓഫീസറും. ഏത് ഡിപ്പാർട്ട്മെന്റ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഒരു മിനിറ്റ്, അത് ക്ലാസ് നിങ്ങൾക്ക് ലൈവ് വന്നില്ലേ? ക്ലാസ് ലൈവ് വന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചു ലൈവ് വന്നില്ലേ, ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞെന്താണ്? ഈ എക്സിസ്റ്റിംഗ് മാനേജിംഗ് കമ്മിറ്റി ടേം അവസാനിക്കുന്നതിന്റെ 60 ദിവസം മുന്നേ, നോട്ട് ചെയ്തണേ, 60 ദിവസം മുന്നേ എന്ത് ചെയ്യും? മാനേജിംഗ് കമ്മിറ്റി കൂടും. ആ മാനേജിംഗ് കമ്മിറ്റി ഡേറ്റും സമയം ഫിക്സ് ചെയ്തുകൊണ്ട് ആ റെസല്യൂഷൻ വിത്തിൻ എ വീക്ക് കൊണ്ട് രജിസ്ട്രാർ മുഖാന്തരം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ ഈ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി എന്ത് ചെയ്യും? അറിയിക്കും. ആ റെസല്യൂഷൻ കിട്ടിയ പാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആരെ അപ്പോയിന്റ് ചെയ്യും? ഇലക്ട്രൽ ഓഫീസർ ഇലക്ട്രൽ ഓഫീസറെയും അതേപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറെയും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ആദ്യത്തെ ഡ്യൂട്ടി ആരാണ്? ഇലക്ട്രൽ ഓഫീസർ ഡ്യൂട്ടിയാണ്. ആദ്യത്തെ ഡ്യൂട്ടി ആണ് ഇലക്ട്രൽ ഓഫീസർ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ കോപ്പറേറ്റീവ് സ്ഥാപനം, നമ്മൾ ഏത് കോപ്പറേറ്റീവ് സ്ഥാപനത്തിന്റെ ഇലക്ഷൻ ആണോ നടത്തുന്നത്, ആ കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ എത്ര മെമ്പേഴ്സ്, എത്ര വോട്ടേഴ്സ് ഉണ്ട് എന്നുള്ള ആരാണ് അറിയിക്കേണ്ടത്? ആദ്യം പിന്നെ എത്ര വോട്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വോട്ടേഴ്സ് പട്ടിക ഈ ഇലക്ഷന്റെ, നമ്മൾ പറഞ്ഞ ഇലക്ഷൻ കൃത്യമായി ഡേറ്റ് വെച്ചല്ലോ, ആ ഇലക്ഷന്റെ 35 ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ആ സൊസൈറ്റി സെക്രട്ടറി ആണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഈ ഇലക്ഷന്റെ 35 ദിവസം മുന്നേ ആ കോർപ്പറേറ്റ് സ്ഥാപന സെക്രട്ടറി ആണ് ഒരു അപ്ഡേറ്റഡ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്ഡേറ്റഡ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇലക്ഷന്റെ 35 ദിവസം ആരാണ് തയ്യാറാക്കേണ്ടത്? സെക്രട്ടറി ആണ് ഒരു അപ്ഡേറ്റഡ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. അങ്ങനെ അപ്ഡേറ്റഡ് വോട്ടേഴ്സ് ലിസ്റ്റ് സെക്രട്ടറി തയ്യാറാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നേരെ ആർക്ക് കൊടുക്കും? പിന്നെ ഇലക്ട്രൽ ഓഫീസർ കൊടുക്കും. ആർക്ക് കൊടുക്കും? ഇലക്ട്രൽ ഓഫീസർ കൊടുക്കും. അപ്പൊ ഒന്നുകൂടി പോയിന്റ് ആലോചിക്കണം. ഇലക്ഷന്റെ 60 ദിവസം എക്സിസ്റ്റ് മാനേജർ ടേം കഴിയുന്നതിന്റെ 60 ദിവസം മുന്നേ എന്ത് ചെയ്യും? ഒരു മാനേജിംഗ് കമ്മിറ്റി കൂടും. ആ മാനേജർ റെസല്യൂഷൻ കാര്യം പാസ്സാക്കിക്കൊണ്ട് ഒരാഴ്ച കൊണ്ട് രജിസ്ട്രാർ മുഖാന്തരം ഇലക്ട്രോണിക് മീഡിയയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴിയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി എന്ത് ചെയ്യും? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കും. ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസറെയും അതേപോലെ ഇലക്ട്രൽ ഓഫീസറെയും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ഇതിൽ ആദ്യത്തെ ഡ്യൂട്ടി ആരാണ്? ഇലക്ട്രൽ ഓഫീസർ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് ഇലക്ഷന്റെ ഡേറ്റ് കണ്ടിട്ടില്ല
ആ ഇലക്ഷന്റെ ഡേറ്റിന്റെ 35 ദിവസം മുന്നേ ഒരു അപ്ഡേറ്റഡ് വോട്ടേഴ്സ് എത്ര മെമ്പേഴ്സ് ഉണ്ട്, എത്ര എ ക്ലാസ് മെമ്പേഴ്സ് ഉണ്ട്, ആർക്കാണ് വോട്ടവകാശമുള്ളത്, അങ്ങനെ പറഞ്ഞൊരു അപ്ഡേറ്റഡ് വോട്ടേഴ്സ് ആര് തയ്യാറാക്കും? സെക്രട്ടറി, ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഒരു അപ്ഡേറ്റഡ് വോട്ടേഴ്സ് 35 ദിവസം മുന്നേ തയ്യാറാക്കിയും അതാർ കൊടുക്കും? ഇലക്ട്രൽ ഓഫീസർ കൊടുക്കും. ആർ കൊടുക്കും? ഇലക്ട്രൽ ഓഫീസർ കൊടുക്കും. ഇലക്ട്രൽ ഓഫീസിന്റെ അപ്ഡേറ്റഡ് വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫോം നമ്പർ 34 എന്താണ്? ഫോം നമ്പർ 34 എന്ത് ചെയ്യും? ഒരു പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ 35 ദിവസം മുന്നേ ശരിക്കും പറഞ്ഞാൽ കോപ്പറേറ്റ് സംബന്ധിച്ച ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഒരു അപ്ഡേറ്റഡ് വോട്ടേഴ്സ് തയ്യാറാക്കുന്നത്. ആ അപ്ഡേറ്റഡ് വോട്ടേഴ്സ് ആർക്ക് കൊടുക്കും? ഇലക്ട്രൽ ഓഫീസർ കൊടുക്കും. ഇലക്ട്രൽ ഓഫീസർ ഫോം നമ്പർ 34 പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റുമാണ് തയ്യാറാക്കും. ഓക്കെ, ഇതുകൊണ്ട് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റുമാണ് തയ്യാറാക്കും. അപ്പോൾ ചോദ്യം ആണ്, ഈ ഇലക്ട്രൽ ഓഫീസർ ഇലക്ഷന്റെ എത്ര ദിവസം മുന്നെയാണ് പ്രിലിമിനറി വോട്ടേഴ്സ് തയ്യാറാക്കുന്ന ചോദ്യം ചോദിച്ചാൽ എത്രയാണ് ആൻസർ ചെയ്യേണ്ടത്? 35 ദിവസം മുന്നെയാണ് കേട്ടോ. അവിടെ ശരിക്കും പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് 35 ഈ കേസ് ആക്ട് പ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് ആണ് 35 ദിവസം മുന്നേ തയ്യാറാക്കുന്നത്. അത് നേരെ ആർക്ക് കൊടുക്കുന്നതാണ്? ഇലക്ട്രൽ ഓഫീസർ. ആ ദിവസം തന്നെ ഇലക്ട്രൽ ഓഫീസ് കൊടുക്കും. ഇലക്ട്രൽ ഓഫീസ് അത് കിട്ടിയ പാടെ എന്ത് ചെയ്യും? അതൊരു ഫോം നമ്പർ 34 പ്രിലിമിനറി വോട്ടേഴ്സ് ആയിട്ട് ഒട്ടിച്ചു വെക്കും. ഓക്കെ, അത് ശരിക്കും എത്ര ദിവസം മുന്നെയാണ് നടക്കുന്നത്? 35 ദിവസം മുന്നെയാണ്. സാധാരണ CSEB എല്ലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ പ്രിലിമിനറി വോട്ടേഴ്സ് ഫോം നമ്പർ 34 ഇലക്ട്രൽ ഓഫീസർ ഇലക്ഷന്റെ എത്ര ദിവസം മുന്നെയാണ് തയ്യാറാക്കുന്നത്? എത്ര ദിവസം മുന്നെയാണ്? 35 ദിവസം മുന്നേ തയ്യാറാക്കും. ഓക്കെ, അപ്പൊ പ്രിലിമിനറി വോട്ടേഴ്സ് ആര് തയ്യാറാക്കി? ഇലക്ട്രൽ ഓഫീസർ തയ്യാറാക്കി. അപ്പം ഇലക്ട്രൽ ഓഫീസർ ഒന്നാമത്തെ ഡ്യൂട്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? പ്രിലിമിനറി വോട്ടേഴ്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏത് ഫോം നമ്പർ? ഫോം നമ്പർ 34 എത്ര ദിവസം മുന്നേ? 35 ദിവസം മുന്നേ. ഓക്കെ, അപ്പൊ ഈ ഫോം നമ്പർ 34 ഈ എന്ത് ചെയ്യും? പ്രിലിമിനറി വോട്ടേഴ്സ് ഒട്ടിക്കും. ഓക്കെ, ആ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിന് മുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ആർക്കെങ്കിലും പരാതിയോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് കൊടുക്കണം? വിത്തിൻ 7 days കൊണ്ട് കൊടുക്കണം. എത്ര ദിവസം കൊണ്ട്? 7 ദിവസം കൊണ്ട് കൊടുക്കണം. ഓക്കെ, എന്തെങ്കിലും ഒബ്ജക്ഷനോ കാര്യം എന്താണ് എത്ര ദിവസം കൊടുക്കണം? 7 ദിവസം കൊണ്ട്, വിത്തിൻ 7 days കൊണ്ട് അയ്യോ ഒബ്ജക്ഷൻ കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഒബ്ജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്ഷൻ നമ്മൾ തീർപ്പെല്ലാം കൽപ്പിച്ചുകൊണ്ട് തീർപ്പിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ഇലക്ട്രൽ ഓഫീസർ ഇലക്ഷന്റെ 20 ദിവസം മുന്നേ എന്ത് പുറത്തുവിടും? ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 35 പുറത്തുവിടും. ഓക്കെ, പോയിന്റ് ഒന്നുകൂടെ ആരും നോക്കണം. ഇലക്ഷന്റെ 35 ദിവസം മുന്നേ ഫോം നമ്പർ 34 പ്രിലിമിനറി വോട്ടേഴ്സ് തയ്യാറാക്കും. അതിനുമുള്ള ഒബ്ജക്ഷനോ കാര്യമുണ്ട് വിത്തിൻ 7 days 7 ദിവസം കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഒബ്ജക്ഷനും കാര്യം പരിഹരിച്ചുകൊണ്ട് ഇലക്ഷന്റെ ഈ സ്ലൈഡ് മാറാത്ത വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്റെ ക്ലാസ് മൊത്തം കേൾക്കുക. ക്ലാസ് മൊത്തം കേട്ടിട്ട് ഞാൻ ഈ നോട്ട് മൊത്തം വായിക്കും. ഓക്കെ, ഈ നോട്ട് മൊത്തം കൃത്യമായിട്ട് വായിക്കും. ഞാൻ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞു തരും. അത് നിങ്ങൾ കൃത്യമായി നോട്ടിൽ എഴുതണം. എന്നിട്ടാണ് ഞാൻ സ്ലൈഡ് വായിക്കുള്ളൂ കേട്ടോ. അതിന് കഥ പോലെ കേട്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ടൈം ലിമിറ്റ് കൃത്യമായി. ഈ ആക്ടിന്റെ പ്രശ്നം എന്താണ്? ടൈം ലിമിറ്റ് അവിടെ ഇവിടെ ഷഫിൾ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഓർഡർ പറഞ്ഞില്ല. ആ ഓർഡർ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായി എഴുതി എടുക്കുക. അപ്പം വായിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാനും പഠിക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം എക്സിസ്റ്റിംഗ് മാനേജിംഗ് കമ്മിറ്റിന്റെ 60 ടേം കഴിഞ്ഞ 60 ദിവസം മുന്നേ മാനേജിംഗ് കമ്മിറ്റി കൂടും. ആ റെസൊല്യൂഷൻ ചെയ്യും. ഒരു റെസൊല്യൂഷൻ എടുക്കുകയും ആ റെസൊല്യൂഷൻ വിത്തിൻ എ വീക്ക് കൊണ്ട് രജിസ്ട്രാർ മുഖാന്തരം സ്റ്റേറ്റ് കോർപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കും. ഓക്കെ, സ്റ്റേറ്റ് കോർപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ കിട്ടിയ എന്ത് ചെയ്യും? ആ റെസൊല്യൂഷൻ കിട്ടിയപാട് റിട്ടേണിംഗ് ഓഫീസറും ഇലക്ട്രൽ ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അപ്പോയിന്റ് ചെയ്യും. ആദ്യ ഡ്യൂട്ടി ആണ് ഇലക്ട്രൽ ഓഫീസർ ഡ്യൂട്ടിയാണ് എന്ത് തയ്യാറാക്കുക? പ്രിലിമിനറി വോട്ടേഴ്സ് തയ്യാറാക്കണം. എത്ര ദിവസം മുന്നേ? ഇലക്ഷന്റെ 35 ദിവസം മുന്നേ ഫോം നമ്പർ 34 എന്ത് ചെയ്യും? പ്രിലിമിനറി വോട്ടേഴ്സ് തയ്യാറാക്കുകയും അതിന് മുകളിൽ എന്തെങ്കിലും ഒബ്ജക്ഷനോ കാര്യം ഉണ്ടെങ്കിൽ വിത്തിൻ 7 days കൊണ്ട് എന്ത് ചെയ്യണം? ഒബ്ജക്ഷൻ കൊടുക്കണം. ഈ ഒബ്ജക്ഷൻ കാര്യം പരിഹരിച്ചുകൊണ്ട് ഇലക്ഷന്റെ 20 ദിവസം മുന്നേ എന്ത് തയ്യാറാക്കും? ഫോം നമ്പർ 35 എന്ത് തയ്യാറാക്കും? ഫൈനൽ വോട്ടേഴ്സ് തയ്യാറാക്കും. ഡൗട്ട് ഇല്ലല്ലോ? ഫൈനൽ വോട്ടേഴ്സ് തയ്യാറാക്കും. ഓക്കെ, അപ്പൊ ഫൈനൽ വോട്ടേഴ്സ് വരെ തയ്യാറാക്കി. ഫൈനൽ വോട്ടേഴ്സ് വരെ എന്താക്കി? തയ്യാറാക്കി. ഇനി അടുത്ത ഡ്യൂട്ടി ആരാണ്? അടുത്ത ഡ്യൂട്ടിയാണ് റിട്ടേണിംഗ് ഓഫീസർ ഡ്യൂട്ടി. ഓക്കെ, ഇനി നമ്മൾ ഫൈനൽ വോട്ടേഴ്സ് കാര്യം തയ്യാറാക്കി എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തണം, മത്സരാർത്ഥികളെ കണ്ടെത്തണം. അതിനെന്ത് ചെയ്യണം? നോമിനേഷൻ വേണം. എത്ര ആൾ നോമിനേഷൻ തരുന്നുണ്ട് അതിനെന്ത് ചെയ്യണം? എല്ലാവർക്കും നോമിനേഷൻ പേപ്പർ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? റിട്ടേണിംഗ് ഓഫീസർക്കാണ്. നോമിനേഷൻ പേപ്പർ കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? റിട്ടേണിംഗ് ഓഫീസർക്കാണ്. ഏത് ഫോം നമ്പറിൽ? ഫോം നമ്പർ 36 അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്
ഫ്രീ ഓഫ് കോസ്റ്റ് കേട്ടോ. ഫോം നമ്പർ 36 ആരാണ് വിതരണം ചെയ്യുക? നോമിനേഷൻ പേപ്പറാണ് ഫോം നമ്പർ 36 എന്ന് പറഞ്ഞത്. ആരാണ് വിതരണം ചെയ്യുക? റിട്ടേണിംഗ് ഓഫീസർ ആണ് വിതരണം ചെയ്യുക. എത്ര പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ചെയ്യും? എല്ലാവർക്കും നോമിനേഷൻ പേപ്പർ റിട്ടേണിംഗ് ഓഫീസർ വിതരണം ചെയ്യും. ഓക്കെ, അത് കുറെ ആൾക്കാർ മത്സരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ മത്സരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാനാണ് മത്സരിക്കുന്നതെങ്കിൽ എത്ര രൂപ സൊസൈറ്റി ഡെപ്പോസിറ്റ് ചെയ്യണം? 250 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ആരാണോ മത്സരിക്കുന്ന ഓരോരുത്തരും എത്ര രൂപ? 250 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എക്സംഷൻ കേസ് എന്ന് പറഞ്ഞാൽ SC/ST ആണെങ്കിൽ, SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 125 രൂപ സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ചോദ്യം സ്പെസിഫിക് ആണ്, ചോദിക്കും എങ്ങനെയാണ്? ഫോം നമ്പർ 36 നോമിനേഷൻ ഫോം നമ്പർ, ഈ ഫോം നമ്പർ 36 പ്രകാരം നോമിനേഷൻ പേപ്പർ ഫീസ് ഉണ്ടോ? ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആരാണ് ഇഷ്യൂ ചെയ്യുക? റിട്ടേണിംഗ് ഓഫീസർ ആണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പൊ നോമിനേഷൻ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് എത്ര രൂപയാണ് സൊസൈറ്റി ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്? 250 രൂപയാണ് ഡെപ്പോസിറ്റ്. എത്ര രൂപയാണ് ഡെപ്പോസിറ്റ്? 250 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. SC/ST ആണെങ്കിൽ എത്ര രൂപ? 125 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഇപ്പൊ ഞാനാണ് മത്സരിക്കുന്നത് വിചാരിച്ചാൽ ആ നോമിനേഷൻ പേപ്പർ ഞാൻ വാങ്ങുകയും ഞാനും സൈൻ ചെയ്യും. അതേപോലെ തന്നെ ആ നോമിനേഷൻ പേപ്പർ വേറെ സൈൻ ചെയ്യണം, സെക്കൻഡറും പ്രൊപ്പോസറും സൈൻ ചെയ്യണം. ആരെയാണ് സൈൻ ചെയ്യണം? സെക്കൻഡറും പ്രൊപ്പോസറും. പിന്താങ്ങുന്ന ആളും നിർദ്ദേശിക്കുന്ന ആളും. അങ്ങനെയാണല്ലോ സാധാരണ മത്സരിക്കുന്നത്. ഒരാളെ മത്സരിക്കാൻ നിയോഗിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്താങ്ങുന്ന ആൾക്കാരുണ്ടാവും, അയാളെ നിർദ്ദേശിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അതാണ് സെക്കൻഡർ പ്രൊപ്പോസർ എന്ന് പറയുന്നത്. ഓക്കെ, അവരും സൈൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ആ നോമിനേഷൻ പേപ്പർ ആർക്ക് കൊടുക്കണം? റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കണം. ഓക്കെ, ആ റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ കൊടുത്തതിന് തെളിവായിട്ട് റിട്ടേണിംഗ് ഓഫീസർ നമുക്ക് എന്ത് ചെയ്യും? ഫോം നമ്പർ 37 അക്നോളജ്മെന്റ് തരും. ഫോം നമ്പർ 37 എന്ത് തരും? അക്നോളജ്മെന്റ് തരും. ഓക്കെ, അപ്പൊ കൃത്യമാണ്. ഇപ്പൊ നമ്മൾ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് ഒരു മൊബൈൽ വാങ്ങിയാൽ ആ മൊബൈൽ ഷോപ്പിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിയ ഏറ്റവും വലിയ തെളിവ് എന്താണ്? അതിന്റെ അക്നോളജ്മെന്റ് ആണ്, റെസിപ്റ്റ് ആണ്. അതേപോലെ തന്നെ ഞാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് നോമിനേഷൻ കൊടുത്തതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? നോമിനേഷൻ കൊടുത്ത ആ ദിവസം റിട്ടേണിംഗ് ഓഫീസർ നമുക്ക് പകരമായിട്ട് എന്ത് തരും? ഫോം നമ്പർ 37 അക്നോളജ്മെന്റ് തരും. ഫോം നമ്പർ 37 എന്ത് തരും? അക്നോളജ്മെന്റ് തരും. ഓക്കെ, അപ്പൊ ഫോം നമ്പർ 34 എന്തായിരുന്നു? പ്രിലിമിനറി വോട്ട് ടെസ്റ്റ് ആയിരുന്നു. 35 എന്തായിരുന്നു? ഫൈനൽ വോട്ട് ടെസ്റ്റ് ആയിരുന്നു. 36 എന്താണ്? നോമിനേഷൻ ആണ്. 37 ആണെന്ന് പറയാ അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ നോമിനേഷൻ പേപ്പർ എല്ലാം സ്വീകരിച്ചുകൊണ്ട് നോമിനേഷൻ പേപ്പർ ആര് സ്വീകരിക്കുക? റിട്ടേണിംഗ് ഓഫീസർ ആണ് ഈ നോമിനേഷൻ എല്ലാം സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ ഒരു ദിവസം വെക്കുക, ലാസ്റ്റ് ഒരു ദിവസം ഉണ്ട്, ഇന്നേ ദിവസമാണ്, അല്ലെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് നോമിനേഷൻ സ്വീകരിക്കുന്നതിന്, ഇന്നാണ് ലാസ്റ്റ് ഒരു ഡേറ്റ് ആണല്ലോ. ആ ഡേറ്റ് എല്ലാ നോമിനേഷൻ സ്വീകരിച്ചുകൊണ്ട് എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്? അതിന്റെ പിറ്റേ ദിവസം എന്താരംഭിക്കും? സ്ക്രൂട്ടനിങ് ചെയ്യാൻ, സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. ആരാണ് സ്ക്രൂട്ടനിങ് ചെയ്യുക? റിട്ടേണിംഗ് ഓഫീസർ തന്നെയാണ് സ്ക്രൂട്ടനിങ് ചെയ്യുക. നോമിനേഷൻ പേപ്പർ ആരാണ് സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ ആരാണ് സ്ക്രൂട്ടനിങ് ചെയ്യുക? റിട്ടേണിംഗ് ഓഫീസർ തന്നെയാണ് എന്ത് ചെയ്യുക? സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ സ്ക്രൂട്ടനിങ് ചെയ്യുക. അപ്പൊ ഈ സ്ക്രൂട്ടനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഈ സെക്കൻഡറി പ്രൊപ്പോസൽ ഏജന്റിനോട് എന്ത് ചെയ്യാം? അവിടെ നിൽക്കാം. അപ്പൊ സ്ക്രൂട്ടനിങ് ചെയ്യുന്ന സമയത്ത് വേണം എന്ത് ചെയ്യാം? ഈ നോമിനേഷൻ പേപ്പറും കാര്യം റിജക്ട് ചെയ്യാം. നോമിനേഷൻ പേപ്പറും കാര്യം റിജക്ട് ചെയ്യാം. ഓക്കെ, അതൊക്കെ ഈ എന്താ പറയുക ആക്ഷൻ റൂളിൽ വരുന്നതാണോ അല്ലെങ്കിൽ അത് ചില പ്രത്യേക എന്താ പറയാ ഈ പറഞ്ഞ ഫോർമാറ്റിംഗ് കാര്യം പാലിച്ചിട്ട് എന്ത് ചെയ്യാം? ആ നോമിനേഷൻ റിജക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? റിട്ടേണിംഗ് ഓഫീസറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സൂക്ഷ്മ പരിശോധന ചെയ്ത് കഴിഞ്ഞു. ഒരു വാലിഡ് ആയ നോമിനേഷൻ പേപ്പർ, വാലിഡ് ആയ എത്ര ആൾക്കാർ മത്സരിക്കുന്നുണ്ടായിട്ട് ഒരു വാലിഡ് ആയ നോമിനേറ്റ് തന്നാൽ നോമിനേഷൻ പേപ്പർ എത്ര ആൾ മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് ആയ ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യും? എപ്പോഴാണ് സ്ക്രൂട്ടനിങ് അവസാനിക്കുന്നത് അന്ന് തന്നെ റിട്ടേണിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഇപ്പൊ സ്ക്രൂട്ടനിങ് എപ്പോഴാണ് അവസാനിക്കുന്നത് അന്നു തന്നെ റിട്ടേണിംഗ് ഓഫീസർ എന്ത് ചെയ്യും? വാലിഡ് ആയ ഒരു നോമിനേഷൻ എന്ത് ചെയ്യും? വാലിഡ് ആയ കാൻഡിഡേറ്റ് ലിസ്റ്റ് റിട്ടേണിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, അങ്ങനെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോമിനേഷൻ പിൻവലിക്കാൻ ഇപ്പൊ ഞാൻ ഓൾറെഡി നോമിനേഷൻ കൊടുത്തു. ഓക്കെ, ഞാൻ അറിയില്ല, എന്റെ അടുത്തുള്ള ഫ്രണ്ട് മത്സരിക്കുന്ന കാര്യം ഞാൻ അറിയില്ല. ഓക്കെ, അങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പൊ